നമസ്കാരം. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികച്ച വളർച്ച കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഭൂകമ്പവും സുനാമിയൊക്കെ തന്നെ ഇപ്പോഴേ കണ്ടെത്താൻ കഴിയുന്ന തലത്തിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞു. അമേരിക്കയിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില മുന്നറിയിപ്പുകൾ ലഭിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയിൽ ഒരു അതിഭീകരമായ സുനാമി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. മിക്കവാറും അത് 2100 കൂടിയായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ പസഫിക് മേഖലയിലെ കസ്കാഡിയ സബ്ഡക്ഷണൽ സോണിലായിരിക്കും ഈ ഭൂകമ്പം ഉണ്ടാകുക എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത 50 വർഷത്തിനുള്ളിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇത് സംഭവിക്കാം എന്നാണ് ഇപ്പോൾ ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ്. ഇതിനുള്ള സാധ്യത 37% വരെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായാൽ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇപ്പോൾ സമുദ്രനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അന്റാർട്ടിക്കയിലെ മറ്റും വലിയ ഹിമാനികൾ ഉരുകി അവ സമുദ്രത്തിലേക്ക് പതിക്കുന്നത് കാരണം സമുദ്രജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കനത്ത ഭൂകമ്പം ഉണ്ടായാൽ അതിൻ്റെ ഒരു പാർശ്വഫലമായി വലിയ തോതിലുള്ള സുനാമി ഉണ്ടാകുമെന്നും അമേരിക്കയിലെ മഹാനഗരങ്ങളെ, അതായത് വാഷിങ്ടൺ ഉൾപ്പെടെയുള്ള മഹാനഗരങ്ങളെപ്പോലും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഗവേഷകർ പറയുന്നത്. മാത്രമല്ല, ഗവേഷകർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇപ്പോഴെങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നമ്മൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഭാവിയിൽ ഇത് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. ഇതിപ്പോൾ വന്നാലും ഇതിനെ നേരിടാൻ കഴിയും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഈ കസ്കാഡിയ സോണിൽ നേരത്തെ 1700 ഇത്തരത്തിലുള്ള ഒരു ഭൂകമ്പവും സുനാമിയൊക്കെ തന്നെ ഉണ്ടായത്. ഏതാണ്ട് 100 അടി വരെ ഉയരത്തിലാണ് അന്ന് തിരമാലകൾ ഉയർന്നത് എന്നാണ് പറയപ്പെടുന്നത്. വലിയ തോതിലുള്ള ആൾനാശമാണ് അന്നുണ്ടായത്. ആർക്കും തന്നെ ഈ സുനാമി തിരകളെ പ്രതിരോധിക്കാനേ കഴിഞ്ഞില്ല എന്നും അങ്ങനെ വലിയൊരു മേഖല തന്നെ ഈ സുനാമി കൊണ്ടുപോയി എന്നുമാണ് പറയപ്പെടുന്നത്. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഭൂകമ്പത്തിലും സുനാമിയിലുമൊക്കെ തന്നെ ഇതിന് സമാനമായ അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമുദ്രജലനിരപ്പും ഇപ്പോൾ വലിയ തോതിൽ ഉയരുകയാണ്. അങ്ങനെ വരുമ്പോൾ സുനാമി തിരമാലകൾ വളരെ ശക്തിയായ രീതിയിലായിരിക്കും ആഞ്ഞടിക്കുക എന്നാണ് പറയപ്പെടുന്നത്. വാഷിങ്ടൺ, ഒറിഗോൺ, കാലിഫോർണിയ എന്ന തീരങ്ങളിലൂടെയാണ് ഈ ഒരു മേഖല കടന്നു പോകുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഭൂകമ്പം കാരണം ഏതാണ്ട് 5000-ലധികം പേരും സുനാമി കാരണം 8000-ലധികം പേരും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല കൂടാതെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കാം. പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള പല കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമാകാമെന്നും അങ്ങനെ കോടിക്കണക്കിന് ഡോളർ മുതൽ മുടക്കി വേണം ഭാവിയിൽ ഇത് പിന്നെ പുനർനിർമ്മിക്കേണ്ടി വരിക എന്നും ഇപ്പോഴേ ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാങ്കേതികമായി ഏറെ വളർന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതെന്നൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഏതാണ്ടൊരു ധാരണയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് മുൻകരുതലെടുക്കാൻ നമുക്ക് കഴിയും. ഈ ഒരു കാസ്കാഡിയ സോണിൽ ഇത്തരത്തിലുള്ളൊരു ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആളുകൾ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാൻ ഇന്നത്തെ രീതിയിൽ നമുക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മുന്നറിയിപ്പിനെക്കുറിച്ച് നമ്മൾ അധികം ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഗവേഷകർ ഇപ്പോഴേ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ വാഷിങ്ടൺ ഉൾപ്പെടെയുള്ള പലതും 100 വർഷത്തിൽ ഒരിക്കലെങ്കിലും വലിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തിന് വിധേയരാകാറുണ്ട് എന്നുള്ളതാണ് പഴയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ ഈ 100 വർഷത്തിലധികം ഇടവിട്ട് വരുന്ന വെള്ളപ്പൊക്കം ഈ നഗരങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും ഗവേഷകർ കണക്ക് കൂട്ടുന്നുണ്ട്. ഏതായാലും അമേരിക്കയിലുള്ള ജനങ്ങളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം വളരെ സുരക്ഷിതരെന്ന് കരുതി ജീവിക്കുന്ന അവിടുത്തെ പ്രധാന നഗരങ്ങളിലെ ജനങ്ങളൊക്കെ തന്നെ അത്രത്തോളം സുരക്ഷിതരായിരിക്കില്ല ഇത്തരത്തിലുള്ള ഒരു സുനാമി ഉണ്ടായാൽ എന്നാണ് ഇപ്പോൾ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും 2100 എന്ന് പറയുന്നത് ഇനി ഒരുപാട് വർഷങ്ങൾ ബാക്കിയുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. എങ്കിലും നേരിയ തോതിലുള്ള ഭൂകമ്പങ്ങൾ ഒരുപക്ഷെ ഈ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നടത്താനുള്ള നീക്കത്തിലാണ് അമേരിക്ക. അവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഒരു മുന്നറിയിപ്പ് ഇപ്പോഴേ ലഭിച്ച സാഹചര്യത്തിൽ അങ്ങനെ അതിനെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അവരെല്ലാവരും ഒരുപക്ഷെ വലിയ താമസമില്ലാതെ തന്നെ നടത്താനായിരിക്കും സാധ്യത. പക്ഷേ അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന് നമ്മൾ കരുതുന്ന ആ ഒരു മേഖല പോലും ഒരു ഭൂകമ്പമോ വലിയ സുനാമിയോ വന്നാൽ അതിന്ന് രക്ഷപ്പെടില്ല എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പഠനങ്ങൾ തെളിയിക്കുന്നത്. അത്യന്തം വിനാശകാരിയായ ഒരു സുനാമി ആയിരിക്കും അപ്പോഴുണ്ടാവുക എന്നാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ ഗവേഷകർ പറയുന്നത്.